Hi, hello, good evening. അപ്പോൾ നമ്മൾ വിഷയവെച്ച സീരീസിൽ അടുത്തൊരു കെമിസ്ട്രി സെക്ഷനിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മുന്നേ പറഞ്ഞ മാതിരി തന്നെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ JEE മെയിൻ ആയാലും ശരി അഡ്വാൻസ്ഡ് ആയാലും ശരി നമുക്ക് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, calculate the standard cell potential in volt of the cell in which the following reaction takes place. അപ്പോൾ നമുക്ക് ഒരു സെല്ലിലെ സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഈ സെൽ റിയാക്ഷൻ നടക്കുന്ന സെല്ലിലെ EMF കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു സെല്ലിൻ്റെ സെൽ EMF എന്ന് പറഞ്ഞാൽ E0 സെൽ ഇസ് ഈക്വൽ ടു E0 കാത്തോഡ് മൈനസ് E0 ആനോഡ് എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് വെച്ചാൽ ആ സെൽ റിയാക്ഷൻ യൂസ് ചെയ്തിട്ട്, ഇതാണ് നമ്മുടെ സെൽ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ സെൽ റിയാക്ഷൻ യൂസ് ചെയ്തിട്ട് കാത്തോഡ് ഏതാണ് ആനോഡ് ഏതാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ റിയാക്ഷൻ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. Ag പ്ലസ് റെഡ്യൂസ് ചെയ്ത് സിൽവറായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ കാത്തോഡിക് പോർഷൻ സിൽവറിൻ്റെ ഇലക്ട്രോഡാണ്. ആനോഡിൽ സംഭവിക്കുന്ന Fe2 പ്ലസ് ഓക്സിഡൈസ് ചെയ്ത് Fe3 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് Fe2 പ്ലസ് Fe3 ഇലക്ട്രോഡിൻ്റെ E0 വാല്യൂ ആണ്. Ag plus Ag electrode in the E0 വേണം. That is, we need the electrode potentials of Fe3 plus Fe2 electrode, which is acting as the anode. ഇനി വേണ്ടത് നമുക്ക് E0 Ag plus Ag ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ആണ്. ഈ രണ്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഉണ്ടെങ്കിൽ നമുക്ക് സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് EMF കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, തന്നിക്കുന്ന വാല്യൂസ് നോക്കിക്കേ. E0 Ag plus Ag ഉണ്ട്, നമുക്കത് വേണം. അത് ഓൾറെഡി തന്നിട്ടുണ്ട്, വാല്യൂ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി തന്നിക്കുന്ന Fe2 പ്ലസ് Fe ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും Fe3 പ്ലസ് Fe ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുമാണ്. പക്ഷെ നമുക്ക് വേണ്ടത് ഇതൊന്നുമല്ല. ഈ രണ്ട് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് Fe3 പ്ലസ് Fe2 ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ തന്നിക്കുന്ന ഈ രണ്ട് ഇലക്ട്രോഡ്സിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, രണ്ട് ഡിഫറെൻറ്റ് ഇലക്ട്രോഡ്സിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് തന്നാൽ മൂന്നാമതൊരു ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ E0 ടേമിലല്ല നമ്മൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആയ ΔG ഉപയോഗിക്കുക. ബിക്കോസ് E0 വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റത്തില്ല, അതൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ വെച്ചാൽ ഈ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ തന്നിക്കുന്ന ഇലക്ട്രോഡ്സ് നോക്കിക്കോ. ആദ്യത്തത് Fe2 പ്ലസ് Fe ഇലക്ട്രോഡ്, സെക്കൻഡ് ഇലക്ട്രോഡ് Fe3 പ്ലസ് Fe ഇലക്ട്രോഡാണ്. അപ്പോൾ ഞാനതിൻ്റെ ഇലക്ട്രോഡ് റിയാക്ഷൻസ് എഴുതിയാൽ ഫസ്റ്റ് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് റിയാക്ഷൻ Fe2 പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് Fe എന്നാണ്. ഓക്കെ, ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് തന്നിക്കുന്ന എത്രയാണ്? Y എന്നാണ്. ഓക്കെ, സെക്കൻഡ് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സെൽ ഇലക്ട്രോഡ് റിയാക്ഷൻ Fe3 പ്ലസ് 3 ഇലക്ട്രോൺ ഗീവ്സ് Fe എന്നാണ്. ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിരിക്കുന്നത് Z എന്നുമാണ്. അന്നേ അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് ഇലക്ട്രോഡിൻ്റെയും E0 വാല്യൂസിനെ നമ്മൾ ΔGയിലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ ΔG01 ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻവോൾവ്. ΔGയുടെ ഫോർമുല നമുക്കറിയാം. ΔG ഇസ് ഈക്വൽ ടു മൈനസ് NFE, അല്ലെങ്കിൽ ΔG0 ഇസ് ഈക്വൽ ടു മൈനസ് NFE0, where E0 ഈസ് എ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ΔG0 ഇസ് ഈക്വൽ ടു ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2 ആണ്. രണ്ട് ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്യുക. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇൻറ്റു F ഇൻറ്റു E0 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആയി. മൈനസ് 2 ഇൻറ്റു F ഇൻറ്റു ദ E0 ഗിവൺ ആസ് Y. സോ ഇറ്റ് ഇസ് മൈനസ് 2 ഇൻറ്റു F ഇൻറ്റു Y. സെക്കൻഡ് ഇക്വേഷൻ്റെ ΔG കാൽക്കുലേറ്റ് ചെയ്താൽ ΔG02 ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻവോൾവ് ഈസ് 3. സോ മൈനസ് 3 ഇൻറ്റു F ഇൻറ്റു E0 ഈസ് ഗിവൺ ആസ് Z. ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. നമ്മുടെ രണ്ട് ഇക്വേഷൻസിൻ്റെയും ΔG വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് വേണ്ട ഇലക്ട്രോഡ് Fe3 Fe2 ആണ്. അതിൻ്റെ ഇലക്ട്രോഡ് റിയാക്ഷൻ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് Fe3 പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് Fe2. ഇതിൻ്റെ E0 വാല്യൂ ആണ് നമുക്ക് ആക്ച്വലി വേണ്ടിയിരുന്നത്. ലെറ്റ് ഇറ്റ് ബി E03. ഞാൻ അതിനെ E03 എന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി E03 കണ്ടുപിടിക്കാൻ പോവാണ്. ഇതിൻ്റെ ΔG വാല്യൂ എഴുതിയാൽ ΔG03 ഇസ് ഈക്വൽ ടു ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1 ആണ്. സോ ഇറ്റ് ഇസ് മൈനസ് 1 ഇൻറ്റു F ഇൻറ്റു E03. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഇക്വേഷൻ ദാറ്റ് ഇസ് Fe3 പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് Fe2 കിട്ടണമെങ്കിൽ ഗിവൺ ഇക്വേഷൻസിനെ എന്ത് ചെയ്യണം നോക്കുക. Fe3 പ്ലസ് ലെഫ്റ്റ് സൈഡിലുണ്ട്,
ഇവിടെ Fe2 പ്ലസ് റിയാക്ടൻറ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും. സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും, മൈനസ് ചെയ്യേണ്ടി വരും. Fe3 പ്ലസ് ഇവിടെ തന്നെ വേണം, Fe2 പ്ലസ് നമുക്ക് റൈറ്റ് സൈഡിലാണ് വേണ്ടത് നമ്മുടെ റിക്കവേർഡ് ഇക്വേഷനിൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ടി വരും. റിവേഴ്സ് ചെയ്ത് ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യും. So we can say delta G03 is equal to delta G02 minus delta G01. ഇത് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ അല്ലേ? സോ ഡെൽറ്റ G03 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൈനസ് എഫ് ഇൻറ്റു E03 ആയിരുന്നു. ഇറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ G02 എന്തായിരുന്നു? ഡെൽറ്റ G02 minus 3 into F into Z minus 2 into F into Y. So that becomes 2 into F into Y. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിന്നൊരു മൈനസ് എഫ് കോമൺ എടുത്തു. ഇവിടെ ഒരു മൈനസ് എഫ് ഉണ്ട്. മൈനസ് എഫ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. സോ E03 ഈസ് ഈക്വൽ ടു, ഇവിടെ നിന്ന് മൈനസ് എഫ് ആണ് ഞാൻ കോമൺ എടുത്തത് കേട്ടോ. സോ ദാറ്റ് വിൽ ബി 3Z. ഇവിടെ നിന്നൊരു മൈനസ് എഫ് കോമൺ എടുത്ത് കളഞ്ഞു. സോ ദാറ്റ് മൈനസ് 2Y. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രോഡിൻ്റെ ഇനോട്ട് വാല്യൂ. സോ ക്ലിയർ ആയല്ലോ പറഞ്ഞേക്കണേ അല്ലേ? അപ്പോൾ Ag പ്ലസ് Agൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എക്സ് എന്നും കിട്ടി. ദാറ്റ് ഈസ് Fe3 പ്ലസ് Fe2 പ്ലസിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 3x മൈനസ് 2y എന്നും കിട്ടി. അപ്പം നമുക്കിനി സെല്ലിൻ്റെ EMF കണ്ടുപിടിക്കാം. E0 സെൽ ഇസ് ഈക്വൽ ടു E0 Ag പ്ലസ് Ag. എഴുതുന്നത് അങ്ങനെയാണ് കേട്ടോ. E0 Ag പ്ലസ് Ag മൈനസ്, അതായിരുന്നു കാത്തോഡ്, മൈനസ് E0 Fe3 പ്ലസ് Fe2 പ്ലസ്. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ E0 Ag പ്ലസ് Agൻ്റെ വാല്യൂസ് തന്നിരിക്കുന്നത് എക്സ് എന്നാണ്. സോ ഇറ്റ് ഇസ് എക്സ് മൈനസ് 3x മൈനസ് 2y. സോ മൈനസ് 3z പ്ലസ് 2y. സോ എക്സ് മൈനസ് 3z പ്ലസ് 2y. ദാറ്റ് ഇസ് ദ ആൻസർ. എക്സ് പ്ലസ് 2y മൈനസ് 3z. ഓക്കെ അല്ലേ? എക്സ് മൈനസ് 3z പ്ലസ് 2y എന്ന് എനിക്ക് കിട്ടിയ ആൻസർ. സോ ദ ആൻസർ ഇസ് എക്സ് പ്ലസ് 2y മൈനസ് 3z. ഇപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നേക്കുന്ന ഇലക്ട്രോഡിന് നമുക്ക് ഏത് ഇലക്ട്രോഡിൻ്റെ ഇനോട്ടാണോ വേണ്ടത് അതാദ്യം കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച ശേഷം E0 കാത്തോഡ് മൈനസ് E0 ആനോഡ് ചെയ്യാം. സോ എനിവേ ദി ആൻസർ ഈസ് ദ ഫസ്റ്റ് വൺ. ഓക്കെ, നമ്മൾ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഫോർ ദ ഫോളോയിങ് ഇലക്ട്രോ കെമിക്കൽ സെൽ അറ്റ് 298 Kelvin, ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ തന്നിട്ടുണ്ട്, ഒരു സെൽ തന്നിട്ടുണ്ട് നമുക്ക്. അതിൻ്റെ E സെൽ വാല്യൂ തന്നിട്ടുണ്ട്. E cell is given, then E cell is given, then concentration the fraction, that is anode and cathode and concentration. What are concentration term? M2 plus by M4 plus. അതിൻ്റെ വാല്യൂ തന്നിട്ട് 10x എന്നാണ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ RT by MFൻ്റെ വാല്യൂ ഇങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താ വെച്ചാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ദാറ്റ് ഇസ് കോൺസെൻട്രേഷൻ ടേമിൻ്റെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ആ ഫ്രാക്ഷൻ്റെ വാല്യൂ 10⁻⁴ എന്നാണ് പറഞ്ഞേക്കണേ. അതിൽ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ചേർത്ത് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാവുന്ന കാര്യം ഇങ്ങനെയാണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്, കോൺസെൻട്രേഷൻ ടേംസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയും കോൺസെൻട്രേഷൻ ടേംസിനെ കണക്ട് ചെയ്യുന്നത് നേൺസ് ഇക്വേഷനാണ്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടത്? ഈ സെല്ലിന് നേൺസ് ഇക്വേഷനാണ് വേണ്ടത്. ഈ തന്നിക്കുന്ന സെല്ലിൻ്റെ നേൺസ് ഇക്വേഷൻ. നേൺസ് ഇക്വേഷൻ്റെ എക്സ്പ്രഷൻ എഴുതുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെൽ റിയാക്ഷൻ ബാലൻസ് ചെയ്ത് എഴുതിയ ശേഷം നേൺസ് ഇക്വേഷൻ എഴുതണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെൽ റിയാക്ഷൻ എഴുതാൻ നോക്കാം. സെൽ റിയാക്ഷനിൽ ആനോഡ് സംഭവിക്കുന്നത് ഹൈഡ്രജൻ H+ ആയിട്ട് മാറലാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ റിയാക്ടൻ്റ് H2. കാത്തോഡിൽ സംഭവിക്കുന്നത് M4+ M2+ ആയിട്ട് മാറുക ചെയ്യുന്നത്. അപ്പോൾ റിയാക്ടൻസിനെയും പ്രോഡക്റ്റിനെയും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ സെൽ റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ H2 പ്ലസ് ഇവിടുത്തെ റിയാക്ടൻ്റ് ഹൈഡ്രജൻ H2, ഇവിടുത്തെ റിയാക്ടൻ്റ് M4+. സോ M4+ gives 2H+ M2+. സോ വി ഗോട്ട് ദ സെൽ റിയാക്ഷൻ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഓൾറെഡി ബാലൻസ്ഡ് ആണ്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ള ചാർജസ് ഒക്കെ സെയിം ആണ്. സോ ഇക്വേഷൻ കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആണ്. നമുക്കിനി നേൺസ് ഇക്വേഷൻ എഴുതാം. ഈ സെൽ ഇസ് ഈക്വൽ ടു, ഈ സെല്ലിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ. ഈ സെല്ലിനെ നമ്മൾ ഈ പറഞ്ഞ ഫ്രാക്ഷനുമായിട്ട് കണക്ട് ചെയ്യലാണ് ചെയ്യേണ്ടത്. സോ ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് ഇവിടെ ഒരു 2.303 RT by NFന് പകരം 0.059 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ 0.059 by the value of N is 2. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഇവിടെ +4 +2 ആയിട്ട് കൺവേർട്ട് ചെയ്തു, 0 +2 ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ ചാർജിൻ്റെ വാല്യൂ 2 ആണ്. 2 into log
കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്. ഇവിടെ പ്രോഡക്റ്റ് സൈഡിൽ M2+ ഉണ്ട്, H+ ഉണ്ട്. H+ൻ്റെ സ്ക്വയർ എടുക്കേണ്ടി വരും. But the concentration of H+ in the question is given as 1 molar. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ 1 molar എന്ന് എടുത്തു. അത് 1 molarൻ്റെ സ്ക്വയർ എടുത്താൽ 1 തന്നെ കിട്ടുക, അതങ്ങ് പോയി. ഇനിയുള്ളത് M2+ ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് സൈഡിലുള്ളത് കോൺസെൻട്രേഷൻ ഓഫ് M4+ ആണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് വേണ്ടത് E0 സെല്ലാണ്. നോക്കിക്കോ, ഇവിടെ ഇതല്ല കാത്തോഡ്. ഓക്കെ, E0 cell is equal to E0 cathode minus E0 anode എന്നാണ്. കാത്തോഡ് M4+ M2+ ഇലക്ട്രോഡും ആനോഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും ആണ്. കണ്ടപ്പോൾ തന്നെ റെപ്രസെൻറ്റേഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ആനോഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും കാത്തോഡ് M4+ M2+ ഇലക്ട്രോഡും ആണ്. അപ്പോൾ E0 cell is equal to E0 cathode minus E0 anode എന്ന് എടുക്കുകയാണെങ്കിൽ ആനോഡ് ദാറ്റ് ഇസ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ്. ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ E0 സെല്ലിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? ആ ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നെ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഗിവൺ ആസ് 0.151. So E cell is given as 0.092. 0.092 is equal to 0.151 minus 0.059 by 2. And this fraction is given as 10 raised to x. Okay? M2+ by M4+ in the value നമുക്ക് തന്നിരിക്കുന്ന 10 raised to x എന്നാണ്. So this becomes log 10 raised to x. ഞാൻ ആ ഫ്രാക്ഷന് പകരം 10 raised to x എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത് log 10 raised to x is equal to x എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 2 ആണ്. ഇപ്പോൾ log 10 raised to x 2 ആവണമെങ്കിൽ the power of 10 should be 2. So the answer will be 2. അപ്പോൾ ആൻസർ D ആണ്, 2 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. ശരി, അപ്പോൾ ചെയ്തത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. തേർഡ് ക്വസ്റ്റ്യൻ. ഫോർ ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ. ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ അവിടെ തന്നിട്ടുണ്ട്. റെപ്രസെൻറ്റേഷൻ മനസ്സിലായിട്ടുണ്ടാവും. The standard EMF of the cell is given at 300 Kelvin. When the concentration of Mg2+ is changed to x molar, the cell potential changes to 2.67 at 300 Kelvin, the value of x. Okay, അപ്പോൾ വായിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു സെല്ലുണ്ട്, ആ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ. The temperature is given as 300 Kelvin. നമ്മൾ നോർമലി എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത് 298 ആ 298 കെൽവിനിലാണ് നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ 0.059 അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ദ ടെമ്പറേച്ചർ ഈസ് ഗിവൺ ആസ് 300 കെൽവിൻ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 2.70 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ സെല്ലിലെ മെഗ്നീഷ്യം 2+ൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ ചേഞ്ച് ചെയ്ത് എക്സ് ആക്കി. ഓക്കെ, മെഗ്നീഷ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ എക്സ് മോളാർ ആയപ്പോൾ ആ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എത്രയായി? 2.67. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യലാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോ, രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ 1 മോളാർ ആണ്. അപ്പോഴത്തെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് നമ്മൾ 2.70, അതായത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തു. കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യപ്പോൾ വോൾട്ടേജ് 2.67 ആയി. അപ്പോൾ നമ്മളിതിനെ E cell എന്നാണ് വിളിക്കാം. ക്ലിയർ ആവുന്നല്ലോ അല്ലേ? അപ്പോൾ E cell ഈസ് ഗിവൺ ആസ് 2.67. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിരിക്കുന്നത് 2.70 എന്നാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മെഗ്നീഷ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, E cell, E0 cell, മെഗ്നീഷ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ, ദെൻ കോപ്പറിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ഇല്ല എന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ കോൺസെൻട്രേഷൻ, E0 cell, E cell, ഈ പറഞ്ഞ എല്ലാവരെയും കണക്ട് ചെയ്യുന്നത് നേൺസ്റ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതേണ്ടി വരും. ഓക്കെ, ഇക്വേഷൻ സെൽ ഇക്വേഷൻ ദാറ്റ് ഇസ് സെൽ റിയാക്ഷൻ എഴുതിയാൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടി വരിക? ഇവിടുത്തെ റിയാക്ഷൻ Mg കൺവേർട്ടഡ് ടു Mg2+. ഇവിടുത്തെ സെൽ ഇക്വേഷൻ കോപ്പർ 2+ കോപ്പറായിട്ട് മാറാണ്. അപ്പം നമ്മൾ സെൽ റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ മെഗ്നീഷ്യം പ്ലസ് Cu2+ ഗീവ്സ് Mg2+ കോപ്പർ. ഇതാണ് നമ്മുടെ സെൽ റിയാക്ഷൻ. ഈ സെൽ റിയാക്ഷൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? E cell is equal to E0 cell മൈനസ് 300 കെൽവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ എഴുതുമ്പോൾ 0.059 എഴുതി പോവും. പക്ഷേ 0.059 എഴുതരുത്. കാരണം എന്താ വെച്ചാൽ ടെമ്പറേച്ചർ 300 കെൽവിനാണ്. ദെൻ LN10 എന്നാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ കണ്ടോ? ഡേറ്റാസ് എല്ലാം ഒന്ന് അനലൈസ് ചെയ്യുക. LN ദാറ്റ് ഇസ് നാച്ചുറൽ ലോഗിൻ്റെ ടേമിലാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ 2.303 ഒക്കെ ഒഴിവാക്കി കളഞ്ഞിട്ട് ദാറ്റ് ഈസ് RT/NF into log കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്.
ക്ലിയർ ആണെന്നല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ 2.303 RT/NF എടുക്കണ്ട, കാരണം നമ്മൾ നാച്ചുറൽ ലോഗിൻ്റെ ടേമിലാണ് പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഒരു 2.303 നമ്മളങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. ബൈനിയുള്ളത് എന്താ? RT/NF ഇൻറ്റു ലോഗ്. ഈ സെൽ റിയാക്ഷനിൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്. പ്രോഡക്റ്റിലെ അയോൺ ഏതാണ്? Mg2+. കോപ്പർ സോളിഡ് ആണ്, മെഗ്നീഷ്യം സോളിഡ് ആണ്, രണ്ടുപേരുടെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആണ്. So then it will be concentration of magnesium 2+ divided by concentration of copper 2+. Okay. Then this E cell is given as 2.67. E naught cell is given as 2.70. 2.70 minus RT by the value of N is 2, because cell reaction will involve with the number of electrons 2 ആണ്. So RT by 2 into F. Okay. Temperature is given as 300. അപ്പോൾ നമുക്ക് അവിടും കൊടുക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 300 Kelvin. R into 300/2F. ഓക്കെ. ആറിൻ്റെയും എഫിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ദേ ഇവിടെ ക്വസ്റ്റ്യനിലൊരു F/R എന്നൊരു ടേം തന്നിട്ടുണ്ട്. കണ്ടായിരുന്നോ? F/R. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എവിടെയോ നമുക്ക് ഈ F/Rൻ്റെ ആ ടേം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എഫിനെ ആറിനെ അങ്ങനെ തന്നെ ഇട്ടേര്. നമുക്ക് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തപ്പോൾ F/R എന്ന് അത് ആ ഒരു ടേം നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ RT/2F ഇൻറ്റു ലോഗ്. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ മാറുന്നില്ല. ഓക്കെ. മെഗ്നീഷ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ XM, കോപ്പറിൻ്റെ കോൺസെൻട്രേഷൻ സ്റ്റിൽ 1 മോളർ ആണ്. അപ്പോൾ ഇത് ലോഗ് X എന്ന ടേമിലിട്ട് മാറി. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ ബാക്കി റീഅറേഞ്ച് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ 2.70 ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ 2.67 മൈനസ് 2.70 ദാറ്റ് വിൽ ബി മൈനസ് 0.03 ഇസ് ഈക്വൽ ടു minus 300 R. Temperature 300 Kelvin ആണ് തന്നിരിക്കുന്നത് കേട്ടോ. So 300 into minus R, that is minus R into 300, took it as minus 300 into R divided by 2F into log X. ക്ലിയർ ആണല്ലോ? ലോഗ് നാച്ചുറൽ ലോഗ് ആണേ, നമ്മൾ എപ്പോഴും എഴുതി ശീലിച്ച് അങ്ങനെ എഴുതി പോകുന്നതാണ്. ln X ആണ്. അപ്പോൾ ഇവിടുന്ന് ലോഗ് എക്സിൻ്റെ വാല്യൂ എഴുതിയാൽ ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് അങ്ങ് അപ്പുറത്തേക്ക് പോയി. സോ മൈനസ് ക്യാൻസൽ ചെയ്ത് പോയി. സോ ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് 0.03 ഇൻറ്റു 2 ഇൻറ്റു ഇത് ലെഫ്റ്റിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ലെഫ്റ്റിലേക്ക് പോയപ്പോൾ R/F എന്ന സംഭവം എന്തായി? F/R ആയി. ക്ലിയർ ആണല്ലോ അല്ലേ? ഈ ടേം ഇപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ R/F ഉം അത് റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മളത് എന്തായി മാറി? F/R മാറി. F/Rന് പകരം നമ്മൾ ഈ ടേം ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. F/Rൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 11500 Kelvin per volt. Kelvin per volt. ഇനി ഡിനോമിനേറ്റർ എന്താ ഉള്ളത്? 300. ഓക്കെ. 300 എന്നും കിട്ടും. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇതിപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ 0 പോയി, 3 പോയി, ഇപ്പോൾ 1.15 2 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഒരു 2.32. ഓക്കെ. സീറോസ് പോയി, മൾട്ടിപ്ലൈ നോക്കുമ്പോൾ മനസ്സിലാവും. സോ ദ ആൻസർ വിൽ ബി 2.3. ലോഗ് എക്സിൻ്റെ വാല്യൂ 2.3 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സിൻ്റെ വാല്യൂ ആണേ. ക്വസ്റ്റ്യൻ നോക്കിക്കോ. ലോഗ് 10 is equal to 2.3 എന്ന് പറഞ്ഞിട്ട് ln 10 ലോഗ് 10 is equal to 2.3 എന്ന് പറഞ്ഞാൽ log 10 is equal to 2.3. Therefore, x in the value is 10. Okay? അപ്പോൾ ഇതൊരു ന്യൂമറിക്കൽ വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. എക്സിൻ്റെ വാല്യൂ നമുക്ക് 10 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ചെയ്തത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഓക്കെ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കൺസിഡർ ആൻ ഇലക്ട്രോ കെമിക്കൽ സെല്ല്. ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സെല്ല് അവിടെ തന്നിട്ടുണ്ട്. The value of delta H for the cell reaction is twice of delta G0 at 300 Kelvin. EMF of the cell is 0. Delta S0 of the cell reaction per mole of B formed at 300 Kelvin. ഇതാണ് ക്വസ്റ്റ്യൻ. ദെൻ എന്തൊക്കെയോ വാല്യൂസ് ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കോ. ഒരു ലോഗ് 2 ഉണ്ട്, ആറിൻ്റെ വാല്യൂ ഉണ്ട്, ഹെച്ചും എക്സും ജിയും എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻതാൽപ്പി, എൻട്രോപ്പി, ഫ്രീ എനർജി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഒരു പ്രശ്നം തോന്നും. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഡെൽറ്റ എസിനെ കുറിച്ചൊന്നും നമ്മൾ റെഫർ ചെയ്യുന്നില്ല, ഒന്നും പറയണില്ല നമ്മൾ. ഓക്കെ. പക്ഷെ കണ്ടുപിടിക്കേണ്ടത് എന്താ സംബന്ധിച്ചാൽ എന്താണ്? ഡെൽറ്റ S0യുടെ വാല്യൂ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കുന്നത് പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും കൂടെ പഠിക്കണം. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ട സംഭവം എന്താ വെച്ചാൽ ഡെൽറ്റ എസ് ആണ്.
ഓക്കെ, ഇലക്ട്രോ കെമിസ്ട്രി, ദാറ്റ് ഇസ് സെല്ലാണ് തന്നിരിക്കുന്നത്. ആ സെൽ റിയാക്ഷൻ നടക്കുമ്പോൾ 1 mol ബി ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡെൽറ്റ എസിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സെൽ റിയാക്ഷനിൽ ബി ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ 1 mol ബി ഫോം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡെൽറ്റ എസിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ എസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ നോക്കിക്കോ. ഡെൽറ്റ ജി ഉണ്ട്, ഡെൽറ്റ എച്ച് ഉണ്ട്. ഓക്കെ, ഡെൽറ്റ എച്ച്, ഡെൽറ്റ ജി, ഡെൽറ്റ എസ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ നമ്മുടെ തെർമോഡൈനാമിക്സിൻ്റെയും ഇലക്ട്രോ കെമിസ്ട്രിൻ്റെയും കോൺസെപ്റ്റിൻ്റെ ഒരു ക്ലബ്ബാണ്. രണ്ടും കൂടി ചേർന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇത് 2019 അഡ്വാൻസ് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കോ, ഇത് എങ്ങനെ ചെയ്യേണ്ട വെച്ചാൽ ഡെൽറ്റ എസ് സീറോ, ഡെൽറ്റ എസ് സീറോ, ഡെൽറ്റ ജി സീറോ, ഡെൽറ്റ എച്ച് സീറോ, ഈ മൂന്നും കൂടെ കണക്ട് ചെയ്താൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ 3 പേരുടെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. ഓർക്കുന്നുണ്ടാവുമല്ലോ. ഡെൽറ്റ ജി സീറോ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സീറോ മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് ഡെൽറ്റ എസിൻ്റെ വാല്യൂ കിട്ടും എന്ന് മനസ്സിലായി. കാരണം ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. ഡെൽറ്റ എസ് കണ്ടുപിടിക്കണം, ടെമ്പറേച്ചർ 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ഡെൽറ്റ എസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡെൽറ്റ ജി വേണമല്ലോ. ഡെൽറ്റ ജി സീറോയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡെൽറ്റ ജി സീറോയുടെ വാല്യൂവിൻ്റെ 2 ടൈംസ് ആണ് ഡെൽറ്റ എച്ച് എന്നും പറഞ്ഞിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് ഡെൽറ്റ എച്ച് ഈസ് ട്വൈസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ ജി. അപ്പോൾ എനിവേ ഡെൽറ്റ ജി സീറോയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഡെൽറ്റ ജി സീറോ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റ ജി സീറോ ആണ് വേണ്ടത്. സെല്ലാണ്. ഓക്കെ, അതിനകത്ത് ഇ നോട്ട് വാല്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ സെല്ലുണ്ട്, ഡെൽറ്റ ജി ഉണ്ട്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സെൽ ഇ എം എഫ്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഡെൽറ്റ ജി സീറോ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ ജി സീറോ ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ സെൽ. ഇൻ ദ കേസ് ഓഫ് എ ഗാൽവാനിക് സെൽ, ഡെൽറ്റ ജി സീറോ ഇസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ സെൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റ എസ് കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽറ്റ ജി വേണമായിരുന്നു. ഡെൽറ്റ ജി സീറോയുടെ വാല്യൂ വേണമെങ്കിൽ ഇ നോട്ട് സെല്ല് വേണം. എന്നും എഫ് ഒക്കെ നമുക്ക് സെൽ റിയാക്ഷൻ കയ്യിലുണ്ട്, സെൽ റിയാക്ഷൻ എന്നും എഫ് ഒക്കെ കിട്ടും. പക്ഷെ നമുക്ക് എന്താ വേണ്ട, ഇ നോട്ട് സെല്ല് കൂടെ വേണം ഡെൽറ്റ ജി സീറോ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകണ്ടേ? ഇ നോട്ട് സെല്ലിലേക്കാണ് പോകണ്ടേ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ഇക്വേഷൻ വേണമെന്ന് മനസ്സിലായി, ഈ ഇക്വേഷനിൽ ഡെൽറ്റ ജി സീറോ വേണമെന്ന് മനസ്സിലായി. അപ്പോൾ ഡെൽറ്റ ജി സീറോയിലേക്ക് പോയി. ഇനി ഡെൽറ്റ ജി സീറോ കണ്ടുപിടിക്കണമെങ്കിൽ ഇ നോട്ട് സെൽ വേണമെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇനി എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന സെൽ റിയാക്ഷൻ്റെ ഇ നോട്ട് സെൽ വാല്യൂ കണ്ടുപിടിക്കുക ചെയ്യേണ്ടത്. ഈ സെൽ ഓഫ് ദ റിയാക്ഷൻ, ദാറ്റ് ഇസ് ആ സെല്ലിൻ്റെ സെൽ ഇ എം എഫ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെൽ ഇ എം എഫ് ഓൾറെഡി 0 ആയി. നമുക്ക് വേണ്ടത് ഇ നോട്ട് സെല്ലാണ്. അപ്പോൾ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ നേൺസ്റ്റ് ഇക്വേഷനിലെ ഈ സെൽ 0 ആക്കുക, അവിടെ നിന്ന് ഇ നോട്ട് സെല്ല് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇ നോട്ട് സെൽ എഴുതുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? സെൽ റിയാക്ഷൻ എഴുതാം. സെൽ റിയാക്ഷൻ നോക്കിക്കോ. എ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എ എൻ പ്ലസ്, ഇവിടെ B2N പ്ലസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? ബി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സെൽ റിയാക്ഷൻ ഇങ്ങനെ എഴുതും കേട്ടോ. ഇവിടുത്തെ റിയാക്ടൻ്റ് എ ആണ്, സോ എ പ്ലസ്. ഇവിടുത്തെ റിയാക്ടൻ്റ് B2N പ്ലസ് ആണ്, സോ B2N പ്ലസ് ഗിവ്സ്. ഇവിടുത്തെ പ്രോഡക്റ്റ് എന്താ? AN പ്ലസ് പ്ലസ് ഇവിടുത്തെ പ്രോഡക്റ്റ് ബി ആണ്. അപ്പോൾ നമ്മൾ സെൽ റിയാക്ഷൻ എഴുതി. ഇനി അത് ബാലൻസ് ചെയ്യണം. ചാർജ് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2N പ്ലസ് ചാർജ് ഉണ്ട്, സോ ഇറ്റ് വിൽ ബി 2AN പ്ലസ് 2. സോ നൗ ദ ഇക്വേഷൻ ഈസ് കംപ്ലീറ്റ്ലി ബാലൻസ്ഡ്. ഇനി നമുക്ക് നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാം. Nernst equation, that is E cell is equal to E naught cell minus, ഇവിടെ ln2 എന്നൊക്കെ തന്നിരിക്കണം കണ്ടല്ലോ, ln2 എന്നാണ്. അപ്പോൾ നമ്മൾ നാച്ചുറൽ ലോഗിൻ്റെ ടേമിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടെ ഓർക്കുക, ടെമ്പറേച്ചർ 298 അല്ല 300 കെൽവിൻ ആണ്. സോ മൈനസ് R ഇൻറ്റു T ബൈ NF ഇൻറ്റു ലോഗ്. Concentration of product by concentration of reactant. Concentration of product le n plus ആണ്, AN plus. So AN plus the concentration is square divided by concentration of B2N plus. Okay, ബാക്കിയുള്ള വാല്യൂസ് കൊടുക്കുക. ഈ സെൽ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്, സോ 0 is equal to E naught cell മൈനസ് ആറിൻ്റെ വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം നമ്മൾ അവിടെ നിൽക്കട്ടെ. ആറിൻ്റെ വാല്യൂ അങ്ങനെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് T is given as 300. സോ R ഇൻറ്റു T ബൈ NF.
What is the value of n? ഈ പറഞ്ഞ സെൽ റിയാക്ഷൻ നോക്കിക്കേ. ഈ സെൽ റിയാക്ഷൻ നോക്കുമ്പോൾ നമുക്ക് n-ന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ 2n പ്ലസ് ഇലക്ട്രോൺ ചാർജ് ഉണ്ട്, ഇവിടെ 2n പ്ലസ്. ലെഫ്റ്റ് സൈഡിലെ ടോട്ടൽ ചാർജ് 2n പ്ലസ് ആണ്, റൈറ്റ് സൈഡിലെ ടോട്ടൽ ചാർജ് 2n പ്ലസ് ആണ്. അപ്പോൾ 2n പ്ലസ് ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് n is 2n ഇൻറ്റു എഫ് ബൈ ഇൻറ്റു ലോഗ്, നാച്ചുറൽ ലോഗ് ആണ് കേട്ടോ, നാച്ചുറൽ ലോഗ് ഇൻറ്റു concentration of AN plus is given as 2 molar. Anode in the concentration 2 molar ആണ്. So 2 square that will be 4 divided by BMN plus in the concentration തന്നിരിക്കുന്ന 1 എന്നാണ്. So it will be log 4. Okay? ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് E naught സെല്ലിൻ്റെ വാല്യൂ കിട്ടും. E naught cell is equal to RT log 4 divided by 2NF. This is the value of E naught cell. E naught cell is equal to RT log 4 by 2NF. ഈ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെൽറ്റ ജി നോട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടിയിരുന്നത് E naught സെല്ലാണ്. E naught സെല്ലിൻ്റെ വാല്യൂ ഡെൽറ്റ ജി നോട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ E naught സെൽ കൊടുക്കുമ്പോൾ ഡെൽറ്റ G0 കിട്ടും. ആ ഡെൽറ്റ G0 എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ക്യാൻ ഹാവ് ഡെൽറ്റ G0 is equal to മൈനസ്, ഇവിടെയും ഒരു n ഉണ്ട്. This n is equal to the number of electrons involved in this cell reaction. അവിടെയും n-ൻ്റെ വാല്യൂ 2n പ്ലസ് ആണ്. സോ ഇറ്റ്സ് 2n ഇൻറ്റു എഫ് ഇൻറ്റു E നോട്ടിൻ്റെ വാല്യൂ നമുക്കറിയാം RT log 4 ഡിവൈഡഡ് ബൈ 2NF. 2NF ക്യാൻസൽ ചെയ്ത് പോയി. So the value of delta G0 is equal to minus RT log 4. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റ G0യുടെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഡെൽറ്റ G0യുടെ വാല്യൂ നമ്മുടെ ഗിബ്സ് എൽമോൾസ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ G0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ എസ് കിട്ടും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഡെൽറ്റ G0യുടെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് മൈനസ് RT log 4 എന്നാണ്. ഞാൻ ഇനി ഇത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, നമ്മൾ ഗിബ്സ് എൽമോൾസ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ പോവാം. സോ ഡെൽറ്റ G0 is equal to delta H0 minus T delta S. നമുക്ക് ഡെൽറ്റ G0യുടെ വാല്യൂ കിട്ടിയത് മൈനസ് RT log 4 എന്നാണ്. ആണേ ഡെൽറ്റ G0യുടെ വാല്യൂ. ഇനി ഇവിടെ ഡെൽറ്റ H0യുടെ വാല്യൂ, അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഡെൽറ്റ H0 ഓഫ് ദ റിയാക്ഷൻ ഈസ് ട്വൈസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ G0. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഡെൽറ്റ Hന് പകരം ഡെൽറ്റ H0യ്ക്ക് പകരം 2 ഡെൽറ്റ G0 കൊടുക്കണം. Because delta H0 is twice the value of delta G0. Delta G0 is equal to 2 delta G0 minus T delta S0. അവിടെ 0 ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇപ്പുറത്ത് വരികയാണെങ്കിൽ that will be minus delta G0. ക്ലിയർ ആണല്ലോ. മൈനസ് ഡെൽറ്റ G0 is equal to minus T delta S0. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ S0യുടെ വാല്യൂ ആണ്. ഒന്ന് ജസ്റ്റ് നിങ്ങൾ നമ്മൾ മുന്നേ എഴുതിയ സെൽ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ സെൽ റിയാക്ഷൻ A പ്ലസ് B2N ഗിവ്സ് AN പ്ലസ് B. നിങ്ങൾ ബാലൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ 2A പ്ലസ് B2N പ്ലസ് ഗിവ്സ് 2AN പ്ലസ് B എന്നാണ്. ആ സെൽ റിയാക്ഷൻ നോക്കിക്കോ, ഈ സെൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഫോം ചെയ്യുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് B 1 മോൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെൽ റിയാക്ഷൻ ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സെൽ റിയാക്ഷനിൽ 1 മോൾ B തന്നെയാണ് ഫോം ചെയ്യുക. അപ്പോൾ ആ സെൽ റിയാക്ഷൻ്റെ E നോട്ട് എന്താണോ അതിന് കറസ്പോണ്ടിങ് ഡെൽറ്റ G0 ഇന്ന് ഡെൽറ്റ S0 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 1 മോൾ B ഫോം ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡെൽറ്റ എസിൻ്റെ വാല്യൂ കിട്ടും. പറഞ്ഞത് മനസ്സിലായിരുന്നല്ലോ അല്ലേ? ഈ സെൽ റിയാക്ഷനിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് B ഫോം ചെയ്യുന്ന 1 മോൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ 1 മോൾ B ഫോം ചെയ്യുമ്പോഴുണ്ട ഡെൽറ്റ G ആയിരുന്നു. ആ ഡെൽറ്റ G0 ഇന്ന് നമ്മൾ ഡെൽറ്റ S0 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ 1 മോൾ B ഫോം ചെയ്യുമ്പോൾ ആ റിയാക്ഷനിൽ ഉണ്ടാകുന്ന ഡെൽറ്റ S0 ഡയറക്റ്റ് കിട്ടുക ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ G0 മൈനസ് ക്യാൻസൽ ചെയ്ത് പോവും. ഡെൽറ്റ S0 ഇസ് ഈക്വൽ ടു ഡെൽറ്റ G0 മൈനസ് T. ക്ലിയർ ആണല്ലോ? സോ വി ഗോട്ട് ദ വാല്യൂ ഓഫ് ഡെൽറ്റ G as minus RT log 4. Okay, so this is equal to minus RT log 4 divided by T. T cancel the way. So at last we got the value of delta S0 is equal to minus R into log 4. The value of R is given as 8.3.
ആൻഡ് വാല്യൂ ഓഫ് ലോഗ് 2 ഈസ് ഗിവൺ ആസ് 0.7. ഇവിടെ നമുക്ക് ലോഗ് 4 ആണ്. ലോഗ് 4 2 ലോഗ് 2 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇറ്റ് വിൽ ബി മൈനസ് 8.3 ഇൻറ്റു 2 ഇൻറ്റു 0.7. ഓക്കെ, സോ മൾട്ടിപ്ലൈ ചെയ്താൽ 8 56 21 58. സോ 58 2 116 2 മൈനസ് ചില ഡെസിമൽ. സോ ദ വാല്യൂ വിൽ ബി ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ഇതാണ് നമ്മുടെ ഡെൽറ്റ എസിൻ്റെ വാല്യൂ. ഇതൊരു ഒരു ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ എസ് സീറോയുടെ വാല്യൂ തന്നെയായിരുന്നു. ഡെൽറ്റ എസ് സീറോ is equal to -11.62 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു 3-4 ക്വസ്റ്റ്യൻ, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയും സമയമുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. ഓക്കെ, ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി.